ഞാൻ കേരളത്തിൽ വരുന്നതും പോകുന്നതും ഈ ടെലിവിഷനിൽ പറയുന്ന പോലെ ദാ വന്നു ദേ പോയി എന്നുള്ള രീതിയിലാണ്. ഞാൻ പോയതിൻ്റെ കാരണം എനിക്ക് വളരെ സന്തോഷകരമായൊരു വാർത്ത കിട്ടി. ഞാൻ താമസിക്കുന്ന രാജ്ഭവനിൽ ധാരാളം ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നും എൻ്റെ കിടക്കയുടെ അടിയിൽ തന്നെ ഒരു ബോംബ് വെച്ചിട്ടുണ്ടെന്നും അപ്പോൾ ആദ്യമായ ചരിത്രത്തിൽ ശരശൈ എന്ന് പറയുന്നത് ഒരു ബോംബ് ശൈയിൽ കിടക്കാമല്ലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് ബോംബില്ല. പകരൊരു ബോംബ് വെച്ചു, അത് പൊട്ടിയില്ല. ഞാൻ ഒരു ഗവർണർ എന്ന നിലയ്ക്ക് എന്നെക്കുറിച്ചുണ്ടായ ആരോപണങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. എങ്കിലും എന്നെ വളർത്തിയ കേരളത്തിലെ ജനങ്ങളോട് തൻ്റെ ഇടത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് നട്ടലുയർത്തിപ്പിടിച്ച് ഞാൻ പറയുകയാണ്, ഐ വിൽ ഹാവ് ദ ലാസ്റ്റ് ലാഫ് ഇൻ ദിസ് കേസ്. താങ്ക് യു. എനിക്ക് എൻ്റെ സഹപ്രവർത്തക മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി യാതൊരു വഴക്കുകൂടലുമില്ല. വളരെ സൗഹൃദപരമായ ബന്ധമാണുള്ളത്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഞാനിങ്ങോട്ട് വരും വഴി എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് കാണണം, അവരുടെ പാർട്ടിയിൽ ആരാണ് എനിക്കെതിരായിട്ട് നീങ്ങുന്നത്, എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം, അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. തൽക്കാലം സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കേട്ടില്ല. ആ പാർട്ടിയുമായിട്ട് എനിക്ക് യാതൊരു സ്വരച്ചേച്ചയില്ലായ്മയുമില്ല. ഞാൻ ഗവർണർ എന്ന നിലയിൽ എൻ്റെ ജോലി ചെയ്യുന്നു. അതിലാരും ഇടപെടാൻ ഞാൻ സമ്മതിക്കില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ അഴിമതിക്കെതിരായി, അക്രമത്തിനെതിരായി ശക്തമായ നിലപാടുകൾ എടുക്കുക തന്നെ ചെയ്യും. ആരെതിർത്താലും അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാനും കഴിയും. പ്രധാനമന്ത്രി രാജ്ഭവനിൽ താമസിക്കുന്ന ദിവസമാണ് ഈ ആരോപണം വന്നത്. അതിൻ്റെ അർത്ഥവ്യാപ്തി എന്ത് എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ അതൊക്കെ അതിജീവിക്കുന്ന ഔന്നത്യം പ്രധാനമന്ത്രിക്കുള്ളതുകൊണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുകൊണ്ടും ഒന്നും നടന്നില്ല. അടുത്ത ബോംബ് ഭീഷണി വരുമ്പോൾ അങ്ങോട്ടേക്ക്